മേഘനന്ദ വന്നില്ലേ? ഇപ്പൊ മേഘനന്ദ വന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ മുടങ്ങുന്നില്ലല്ലോ. അതും നിനക്ക് അവാർഡ് തരില്ലെന്ന് പറയൂ. അതുകൊണ്ടല്ല മഞ്ജരി, അവളെ തനിച്ച് ഹോട്ടലിലാക്കിയിട്ടാണോ നീ വന്നിരിക്കുന്നേ? ഞാനൊന്നും തനിച്ചാക്കിയിട്ടില്ല. അവളെ വരുന്നില്ലെന്ന് പറഞ്ഞേ. ആൾക്കൂട്ടുള്ളിടത്ത് അവക്കെന്തോ വിമ്മിഷ്ടാണത്രേ. അതുകൊണ്ട് ഹോട്ടലിൽ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാനിങ്ങ് പോന്നത്. നീ അവാർഡിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ആ അവതാരത്തിനെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുക. പ്ലീസ് കം ഓൺ ടു ദ ഡാസ്. Now, the best industrialist of 2 states of India award goes to Mr. Midun Nandan. Please come on to the dais. He is Mr. Midun Nandan. The young and dynamic industrialist of 2 big states of India. Midun Nandan, വിജയത്തിന്റെ മറ്റൊരു പര്യായം. സത്യസന്ധതയുടെ പരമോന്നത ഉദാഹരണം. ആത്മസമർപ്പണത്തിൽ ഉയർച്ചയുടെ കൊടുമുടി. യുവതലമുറയുടെ ആദർശം. ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ he is the role model of new industrialist. Give him a big round of applause. വല്യമ്മേ, ഏട്ടനെ പ്രശംസിച്ച് തള്ളുവാണല്ലോ. Of course, പ്രശംസിക്കണ്ടേ? അത്രയ്ക്ക് ഏട്ടൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അവസ്ഥയിലേക്ക് എത്താൻ. He really deserve it. മിഥുൻ ഇങ്ങനെ കാണുമ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നേട്ടാ. ഇന്ത്യയില് ഒത്തിരി അവാർഡുകൾ അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ വിദേശത്തുനിന്ന് കിട്ടുന്ന അവാർഡ് വലിയൊരു പരിഗണനയാണ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സൺ. ശരിയാണ് അരുണിമേ, അവന്റെ കഷ്ടപ്പാടിന് കിട്ടിയ പരിഗണനയാണിത്. അവന്റെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും കിട്ടിയത്. എനിക്കിത് കാണുമ്പോ എന്റെ മോനോട് ഒരുപാട് അഭിമാനം തോന്നുക. One minute. പ്രവീൺ മാധവ്. What happened, Mr. Praveen Madhav? മിഥുൻ നന്ദന് അവാർഡ് കിട്ടുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ റോൾ മോഡൽ എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, അത് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. റോൾ മോഡൽ എന്ന് പറയുമ്പോൾ സ്വന്തം കമ്പനിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം ഫോളോ ചെയ്താൽ പോരാ. ഈ അവാർഡിന് അർഹനാവണമെങ്കിൽ ഈ അവാർഡിൻ്റെതായ ഇവിടുത്തെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും അയാൾ ഫോളോ ചെയ്യണ്ടേ.
മിഥുൻ നന്ദൻ എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ അവാർഡ് വാങ്ങാനെത്തിയിരിക്കുന്ന ഓരോ ഇൻഡസ്ട്രിയലിസ്റ്റും സ്വന്തം ഭാര്യയോടൊപ്പം വേണം അറ്റൻഡ് ചെയ്യാനെന്ന് ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. എല്ലാവരും അത് പാലിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഓരോ പുരുഷന്റെയും വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന ഉദാഹരണം ലോകത്തെ അറിയിക്കാൻ. വിമൻ എംപവർമെന്റ്. മിഥുൻ നന്ദൻ അത് ഫോളോ ചെയ്തിട്ടില്ല. ഈ പ്രവീൺ മാധവന് മംഗലാപുരത്ത് നിന്ന് കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ ടർക്കിയിൽ ചെന്നിട്ട് നമ്മുടെ കണ്ണിലെ കരടാകുന്നത്. ഇവിടുന്ന് കിട്ടിയതുകൊണ്ട് അവൻ നന്നായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയ. മിഥുൻ നന്ദൻ, നിങ്ങള് വൈഫിനെ ഈ ഫംഗ്ഷന് കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഞാൻ തന്നെ പറയാം. ഇവരൊക്കെ പ്രൊഫഷണൽ ലൈഫിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഫാമിലി ലൈഫിന് കൊടുക്കാറില്ല. സമൂഹത്തിന് മുന്നിൽ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തും ചെയ്യും. പക്ഷെ കുടുംബാംഗങ്ങളെയെല്ലാം തികച്ചും അവഗണിക്കും. പിന്നെ ഭാര്യയുടെ കാര്യത്തിൽ അവള് വെറും പട്ടിയെ പോലെ ആയിരിക്കും. കെട്ടിയിട്ട് വളർത്തുന്ന ഒരു പട്ടി. അവരെ ഒരിക്കലും സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരില്ല. ഇവനാണോ നിങ്ങളുടെ റോൾ മോഡൽ? പറയണം. മിസ്റ്റർ മിഥുൻ നന്ദൻ, പ്രവീൺ മാധവന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇനിയാണടാ കളി. നീ എന്നെ മംഗലാപുരത്ത് വെച്ച് മാത്രം അപമാനിച്ച്. പക്ഷെ ഞാൻ നിന്നെ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അപമാനിക്കുന്നേ. എനിക്ക് തൃപ്തിയായി. ഇന്നെനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. എന്തു പറയുന്നു മിഥുൻ നന്ദൻ? എവിടെയാ നിങ്ങളുടെ ഭാര്യ? എവിടെ നിങ്ങളുടെ സഹധർമ്മിണി? എക്സ്ക്യൂസ് മീ.
എന്ത് മിഥുനേട്ടാ 2 മിനിറ്റ് നിക്കാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് എന്താ? പുരുഷന്മാരെ പോലെ പാന്റ് ഷർട്ട് ഒന്നുമല്ലല്ലോ ഞാൻ ഇട്ടുകൊണ്ട് വരണ്ടേ. സാരി ഉടുക്കണ്ടേ, അതിനിത്തിരി സമയം എടുക്കും. അയ്യോ സോറി ഞാനാണ് മിഥുൻ നന്ദന്റെ ഭാര്യ. ഈ അവാർഡ് ഫംഗ്ഷന് ഞങ്ങൾ ഒന്നിച്ച് തന്നെയാ വന്നത്. അവാർഡ് ഫംഗ്ഷന്റെ റൂൾസിനെയും റെഗുലേഷൻസിനെയും എല്ലാം ഞങ്ങൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ പെണ്ണേതേട്ടാ? ആ പെണ്ണ് മിഥുന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കുട്ടിയാ. പേര് മേഘനന്ദ. അവരോടൊപ്പം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ മിഥുന്റെ വൈഫാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അതാരുമേ എനിക്ക് മനസ്സിലാകാത്തെ. ശ്രദ്ധിക്ക്, എന്താ നടക്കുന്നതെന്നറിയാം. പിന്നെ മിസ്റ്റർ പ്രവീൺ മാധവ്, കച്ചവട തന്ത്രങ്ങൾക്ക് പുറകെ പായുന്ന വെറുമൊരു വ്യക്തിയല്ല മിഥുൻ നന്ദൻ. നല്ലൊരു കുടുംബനാഥൻ കൂടിയാണ്. കുടുംബത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, കുടുംബത്തിന് വില നൽകുന്ന നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയെല്ലാം തന്നെക്കാളും ശ്രദ്ധയോടെ നോക്കുന്ന ജെന്റിൽമാൻ. പ്രത്യേകിച്ചും കല്യാണം എന്ന ബന്ധത്തിനും ഭാര്യയുടെ സ്ഥാനത്തിനും ഒത്തിരി വില കൽപ്പിക്കുന്നയാൾ. ഭർത്താവ് എന്ന നിലയ്ക്ക് എന്നെ കൈക്കുമ്പിളിലാ കൊണ്ടു നടക്കുന്നത്. എന്റെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീര് വരാൻ അനുവദിക്കില്ല. അത്രയേറെ സ്നേഹമാണ് എന്റെ മിഥുനേട്ടന്. ഇത്രയും സ്വാതന്ത്ര്യത്തോടെ മിഥുനേട്ട എന്ന് ഞാൻ വിളിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. എന്റെ ഭർത്താവിന് ഭാര്യ ഒരിക്കലും ഒരു അടിമയല്ല, അദ്ദേഹത്തിന്റെ സ്നേഹിതയാണ്. വുമൺ എംപവർമെന്റിനെ പറ്റി നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. അതിന്റെ ഉദാത്ത മാതൃകയാണ് എന്റെ മിഥുനേട്ടൻ. അരുണിമേ, മിഥുൻ ഭാര്യ അത്രയേറെ സ്നേഹിക്കുന്ന ആളാണത്രേ. അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ മിഥുനെ കുറിച്ച് അവള് പറഞ്ഞതൊക്കെ കേട്ടോ? ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഈ മേഘനന്ദക്കാണല്ലോ കിട്ടുന്നത്. ഇത്രയും വലിയൊരു സ്റ്റേജിൽ മിഥുന്റെ അരികിൽ ഞാനല്ലേ നിൽക്കേണ്ടത്? ഇവള് കയറി എഴിഞ്ഞു നിൽക്കുന്നു. എവിടെ ചെന്നാലും ഇവളും എനിക്കൊരു തടസ്സമായിരിക്കുകയാണല്ലോ. എനിക്ക് കിട്ടേണ്ട സ്ഥാനമെല്ലാം ഈ മേഘനന്ദ തട്ടിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി എന്റെ മിഥുനേട്ടന് ഈ അവാർഡ് നൽകുന്നതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവോ? ഒരു മിനിറ്റ് കൂടി. പെട്ടെന്ന് എവിടുന്നോ ഒരു പെണ്ണ് സ്റ്റേജിൽ കയറി വന്ന് ഞാനാണ് മിഥുൻ നന്ദന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞാൻ മിഥുൻ നന്ദന്റെ ഭാര്യയാണെന്നുള്ളത് തെളിയിച്ചു തരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ. അങ്ങനെയൊന്നുമില്ല. ഞാൻ ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് കൃത്യമായ ഉത്തരം നിങ്ങൾ പറയണം. മേഘനന്ദയുടെ നിലനിൽപ്പിന് ഇളക്കം തട്ടി തുടങ്ങി. വലിയ വീരവനിതയെ പോലെ കയറി ഞെളിഞ്ഞു നിന്നതല്ലേ.
ചോദിച്ചോളൂ. നിങ്ങളുടെ അമ്മാച്ചന്റെ പേര് പറയൂ. ജയദേവ് നന്ദൻ. അദ്ദേഹം ആദ്യമായി കമ്പനി തുടങ്ങിയത് ഏത് വർഷത്തിലായിരുന്നു? 1984. നന്ദൻ കമ്പനീസിന് എത്ര ബ്രാഞ്ചസ് ഉണ്ട്? 13. അതിൽ 6ാമത്തെ ബ്രാഞ്ച് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ സ്പെഷ്യലാണ്. എന്താന്ന് ചോദിച്ചാ, എന്റെ അമ്മായി അച്ഛന്റെ അച്ഛനായ രഘുനന്ദന്റെ ജന്മനാടായ ഒരു ഗ്രാമത്തിലാണ് ആ കമ്പനി ഉള്ളത്. ആ പരിസരത്തുള്ള 10,000 കുടുംബങ്ങൾ ഈ കമ്പനിയെ വിശ്വസിച്ച് ജീവിക്കുന്നവരാ. നന്ദൻ കമ്പനിയുടെ ബിസിനസ് ടേൺ ഓവർ എത്രയാ? നന്ദൻ ഫാമിലിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് മാഗസിൻ നിങ്ങൾ വായിക്കാറില്ല എന്ന് തോന്നുന്നു. How is it possible? മേഘനന്ദ എവിടുന്ന് ഇത്രയും അറിവുകൾ നേടിയത്? അടിപൊളി എന്റെ പൊന്നുമോളെ, അവളെ നിന്ന് തകർക്കാണല്ലോ. എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? ആ, അതും ശരിയാണല്ലേ. ഇറ്റ്സ് എ മിറാക്കിൾ, അൺബിലീവബിൾ. ആ പെൺകുട്ടിയുടെ ബുദ്ധി അപാരം തന്നെയല്ലേ. പ്രവീൺ മാധവ് സർ, ഇത്രയും മതിയോ അതോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? മാഡം, ആദ്യം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അവാർഡ് സമ്മാനിക്കാൻ വിളിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെ അപമാനിക്കാനല്ല. വി ആർ എക്സ്ട്രീംലി സോറി. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. മിസ്റ്റർ പ്രവീൺ മാധവ്, മതി നിങ്ങളുടെ ചോദ്യങ്ങൾ. സൊസൈറ്റിയിലെ ഉയർന്ന വ്യക്തിയായതുകൊണ്ടാണ് നിങ്ങൾ ഈ ഫംഗ്ഷനിലേക്ക് ഞങ്ങൾ വിളിച്ചത്. പക്ഷെ അവാർഡ് ദാന ചടങ്ങിൽ വന്ന് ഇത്തരത്തിൽ ഒരാളെ അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇറങ്ങിപ്പോണം പ്ലീസ്. എക്സ്ക്യൂസ് മീ. ഇന്ത്യയിൽ നിലവാരം കുറഞ്ഞ കെട്ടിടങ്ങൾ കെട്ടിക്കൊടുത്തതുകൊണ്ട് ആ കെട്ടിടങ്ങളെല്ലാം തകർന്ന് നിലം പതിച്ചതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്ന അവാർഡ് പോലും പിൻവലിച്ചുകൊണ്ട് നിങ്ങളെ അവിടുന്ന് ഓടിച്ചത്. അതിനെക്കുറിച്ചൊരു 2 വാക്ക് പറഞ്ഞിട്ട് പോക്കൂടെ? നാക്കിന് എല്ലില്ലെന്ന് കരുതി ആരെയും എന്തും പറയാന്നും ഏത് വേദിയിൽ കയറി നിന്നും മറ്റൊരു വ്യക്തിയെ അപമാനിക്കാമെന്നും കരുതണ്ട. ഇന്ത്യയിലെ നിങ്ങളുടെ കച്ചവട സാമ്രാജ്യം തകർന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞില്ലേ? ഇപ്പൊ സന്തോഷായോ? സാർ പോയിരുന്നു. മിസ്റ്റർ മിഥുൻ നന്ദൻ ആൻഡ് മിസ്സസ് മേഘന മിഥുൻ നന്ദൻ, വി ആർ വെരി സോറി. നടന്നതൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക. പ്ലീസ് കം ആൻഡ് റിസീവ് ദി അവാർഡ്. എനിക്ക് ഇപ്പോഴേ ഇട്ട സന്തോഷായത്. അവൻ ആ സ്റ്റേജിൽ കയറി അവാർഡ് വാങ്ങിക്കുന്നത് കാണുമ്പോ മനസ്സ് നിറയാം. കാണാൻ 2 കണ്ണുകൾ പോരാത്ത പോലെ. അവന്റെ ഉയർച്ചയും വിജയങ്ങളും കാണാൻ ഭാഗ്യമുണ്ടായല്ലോ. ഒരമ്മയുടെ സ്ഥാനത്ത് എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ടേട്ടാ. ശരിയാണ് അരുമേ, മിഥുന്റെ കഷ്ടപ്പാടിനുള്ള ഫലമാണ് ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്നത്.